ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ഒന്നും ആയിരുന്നില്ല. കാരണം ഇന്ന് എൻ്റെ ഉമ്മാടിപ്പാടിയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നോർമലി ഞങ്ങളങ്ങനെ ഇത്ര ആക്കിയിട്ട് അങ്ങനെ എന്താ പറയുക ആനിവേഴ്സറി ആഘോഷിക്കാറൊന്നുമില്ല. ഇപ്രാവശ്യം വലിയ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു കേക്ക് വാങ്ങി പിന്നെ ഞങ്ങള് ഗിഫ്റ്റ് കൊടുത്തു. അതാണ് വലിയ റേറ്റ് കിട്ടിയതുണ്ടായിരുന്നു. പിന്നെ ഒരു വാച്ച് കൊടുത്തു. അത് എൻ്റെ ഉപ്പാടെ വകയായിരുന്നു. ഞങ്ങൾ മുമ്പ് വാങ്ങിച്ചതാണ്. പിന്നെ ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് ഞങ്ങളുടെ എന്താ പറയുക എൻ്റെ ഉമ്മൻ്റെ ഉപ്പ കൊടുത്തതാണ്. സെക്കൻഡ് കൊടുത്ത ഗിഫ്റ്റ് എൻ്റെ ഇളയ മാമിയുടെയാണ്, ഗിഫ്റ്റ് കൊടുത്താണ്. തേർഡ് കൊടുത്ത ഗിഫ്റ്റ് എൻ്റെ മൂത്ത മാമിയില്ലേ ആളുടെയാണ്. അത് ലാസ്റ്റ് കൊടുത്തതാണ് എൻ്റെ ഗിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ ഉമ്മ ഉപ്പാക്കൊരു എന്താ പറയുക വാച്ചാണ് കൊടുത്തത്, ഉപ്പ ഉമ്മാക്ക്. സെക്കൻഡ് എൻ്റെ ചെറിയ മാമി ഒരു ഫ്രൈമാണ് കൊടുത്തത്. തേർഡ് ആയിട്ട് എൻ്റെ വലിയ മാമി വലിയ മാമി കൊടുത്തത് ഒരു എന്താ പറയുക ഇങ്ങനെ ക്ലോക്കും പിക്ചേഴ്സ് ആയിട്ടുള്ള അതായിരുന്നു. പിന്നെ എൻ്റെ ഇരുന്നു അത് ഫുള്ള് ഇതായിരുന്നു. കാരണം അത് അതിൻ്റെ ഉള്ളിൽ കേസിലൊക്കെ പറിച്ചിട്ടിക്കണു, അതിനുള്ള മിഠായിട്ടിക്കണു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത തരത്തിലുള്ള ഓരോ ഗിഫ്റ്റുകളായിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ പറയുക ഈ സാധനമായിരുന്നു കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ പ്രഷറിനനുസരിച്ച് പിന്നെ ലാസ്റ്റ് ഒരു കാണുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് മനസ്സിലാവില്ല എന്താണ് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു പിടിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടെഡിബിയറാണ്. അത് കൊടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ വിളിച്ച് കൊടുക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു എൻ്റെ ഉമ്മ പേഴ്സ് പടച്ചിട്ടായിരുന്നു. ഞാനും കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടി കൊടുത്തു. അതാണ് ഗൈസ് ഉണ്ടായത്. പേര് മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്ലോക്ക്. ഇതിലാണ് ഗൈസ് ഞാനത് പ്രഷർ വരും എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു ഇത്തിരി പോലും അതിൻ്റെ ഉള്ളിലേക്ക് പ്രഷർ വന്നില്ല. അങ്ങനെ ഞാൻ മൂഞ്ചിണ്ടായി. ബൈ.